നമ്മളിപ്പോൾ ആക്ച്വലി തോപ്പുംപടിയിൽ നമ്മുടെ കാറ് വാഷ് ചെയ്യാൻ കൊടുക്കാൻ വന്നതാ. ഞങ്ങൾ വന്ന വഴി ഇവിടെ ഒരു പുതിയ കട കണ്ടോ, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ? അങ്ങോട്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് വാക്ക്. ഇവിടെ എവിടെയോ ഗൈസ് കട കണ്ടത്? കടയാണ് നമ്മൾ കണ്ടത്. സോറി, ബ്രാൻഡ് ന്യൂ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ബീച്ച് റോഡിൽ പോണ അവിടെയുള്ളത്. എന്താന്ന് നോക്കാം, നമുക്ക് എന്തായാലും ടൈമുണ്ട്. എന്താ ഉള്ളത്? പിസ്സ, തുറന്നേ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ മോസ്റ്റ്ലി ലൈക്ക് പിസ്സ ഉണ്ട്. പിസ്സ ബൈ സ്ലാബ് പോലെ അല്ലേ? പിസ്സ ബൈ സ്ലാബ്, അത് കൊള്ളാട്ടോ കോൺസെപ്റ്റ്. നമുക്ക് ഓൺ ദ ഗോ തിന്നാൻ പറ്റും. ആൻഡ് ദേ വേർ ആക്ച്വലി സോ നൈസ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു കട തുടങ്ങണം എന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം അല്ലേ? നമുക്ക് ആക്ച്വലി ഞാനും ഓഫീസിൽ പോണ വഴി ശ്രദ്ധിച്ചായിരുന്നു. 3:30 അപ്പോൾ ചിലപ്പോൾ പണി നടക്കണമായിരുന്നു. നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു ജേർക്കി ചിക്കൻ ലോഡഡ് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സോസേജ് പിസ്സയെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ബൈ സ്ലാബ് രണ്ടും കൂടി എന്താ 230 രൂപയാണ്, വിച്ച് ഇസ് നൈസ്. നമുക്ക് എന്തായാലും വന്നിട്ട് നോക്കാം. പിന്നെ കുറേ ഐസ്ക്രീം ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അതും സോഫ്റ്റി ഒക്കെ 25 റുപ്പീസ്, ടോപ്പിംഗ് 5 റുപ്പീസ് ഉള്ളൂ. നല്ല ലാഭം അല്ലേ? നല്ലൊരു റേറ്റ്, അഫോർഡബിൾ റേറ്റ്. പിന്നെ നമ്മുടെ ഒറിയോൻ്റെ സോഫ്റ്റി പോലത്തെ 100 റുപ്പീസിന് വെച്ചിട്ടുണ്ട്. മെക്ഡൊണാൾഡ്സ് എനിക്ക് ഓർമ്മ വന്നു അല്ലേ? കറക്റ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ? സോഫ്റ്റി പോലത്തെ ലോട്ടസ് ബിസ്കോ ഫ്ലേവർ ഉണ്ട്. ഇത് ഇവിടെ ലോട്ടസ് ബിസ്കോ ഫ്ലേവർ വെച്ചിട്ടുണ്ട്, 100 ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ് കേക്ക്, ബട്ടർ കുക്കീസ് ആണ് വിത്ത് ഹോട്ട് ചോക്ലേറ്റ്. ട്രൈ ചെയ്യട്ടെ. ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ്. ട്രൈ ചെയ്തോ. ഹൗസ് ഇറ്റ്? അടിപൊളിയല്ലേ? കൊള്ളാട്ടോ ഗൈസ്. ഇവിടെ കുറേ സാധനങ്ങൾ ലൈക്ക് കേക്ക്സ് ആൻഡ് കുക്കീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡിസ്കവർ ചെയ്തത് എന്തായാലും നന്നായില്ലേ? ഐ തിങ്ക് നീ റീസെൻ്റ്ലി ഓപ്പൺ ഒന്നെങ്കിൽ ഇന്നായിരിക്കും, ഇന്നാണെന്ന് എനിക്കറിയില്ല. ഇവിടെ അമേസിങ് ആ കുക്കീസ് അടിപൊളിയല്ലേ? ഹോം മെയ്ഡ് കുക്കീസാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഫുഡ്. ഇനി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഗായ്സ്, നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട്. ഈ പിസ്സ ഇതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തന്നു. ലൈക്ക് എവറി ബൈറ്റിൽ നമുക്ക് ടോപ്പിങ്സ് കിട്ടും അല്ലേ? ഈ ഒരു സ്ലാബ് പോലെ ചെയ്തുകൊണ്ട് ദിസ് ഇസ് സോ ഗുഡ്. ഇനി നമുക്ക് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോഡഡ് ഫ്രൈസ് കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ലോഡഡായിട്ട് വന്നിട്ട് നമ്മൾ സ്മോളാണ് വന്നത്. നല്ല അല്ലേ? ഒറേഗാനോ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഹാലപ്പിനോസ് ഉണ്ട്. സോ ഗുഡ്. ഭയങ്കര റിച്ച് ടേസ്റ്റ്. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിൻ്റെ പോലെ മെയിൻ കൊടുത്തത്. ഞാൻ ട്രൈ ചെയ്യട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോ ഗുഡ്. എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നുമ്പോൾ ഇതൊക്കെ നമ്മളൊരു ഹിഡൻ ജെമ്മൊക്കെ കണ്ടിട്ടുള്ള തോന്നുന്നത്.
literally support them, let them grow. So good. ഇതിനൊക്കെ ഭയങ്കര വർത്താട്ടോ. കുക്കീസ് നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്കീസ് സോ ഗുഡ്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞത് ഞാൻ വണ്ടിയിലേക്ക് പറഞ്ഞു അപ്പം എങ്ങനെയുണ്ട്? അടിപൊളി. Guys, look at this. So good. ഇതിപ്പോൾ അവിടെ സോഫ്റ്റ് മെഷീൻ ഉണ്ട്. I am someone who loves സോഫ്റ്റ് a lot. അല്ലേ? നമ്മൾ സോഫ്റ്റ് പാൻസ് ആണ് ട്രൈ ചെയ്തത്. Guys, caramelized cashew nuts ഒന്നും എന്താ പറഞ്ഞത്? പ്രാലി. I'm not sure about pronunciation. It's so good. അടിപൊളി സാധനം കേട്ടോ. ഇതിന് 100 ഡേറ്റ് ഉണ്ട്. ഇതിൽ ഫുള്ളൊക്കെ സോഫ്റ്റ് നിറച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ബ്രാൻഡിങ് ഇഷ്ടമായി കണ്ടായിരുന്നു. പാക്കേജിങ് കൊള്ളാല്ലേ? സോ ക്യൂട്ട്. നമ്മൾ ആക്ച്വലി സ്മോൾ പറഞ്ഞിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് നമ്മൾ ഇതിപ്പോ എല്ലാം ടേക്ക് അവേ. വി ആർ ഹാവിങ് ഇറ്റ് ആൻഡ് കാർ. നമ്മുടെ കാർ ക്ലീൻ ചെയ്തു. സത്യം പറഞ്ഞാൽ കാർ വാഷിന്റെ കട അടച്ചു. നമ്മള് നമ്മുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നൊക്കെ താക്കലെടുത്ത് തന്നെ. സോ ലെറ്റ്സ് ഗോ. ഇത് നോക്കി നമുക്ക് ഡൊണേഷനും മാസിനും ഒക്കെ ഇവിടെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ഇതുപോലത്തെ മെഷീൻ ഉണ്ട്. ഇതുപോലെ നമുക്കൊരു റെസീപ്റ്റും കിട്ടാം. നേർച്ചക്കഞ്ഞിക്ക് ജൂബിലി ലാൻഡിലോട്ടൊക്കെ നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ. സോ ഗുഡ് റൈറ്റ്? സോ നൈസ്. ഗൈസ്, ഇത് നല്ലതായിട്ട് നമ്മൾ വലാർബാദത്ത് ലാസ്റ്റ് വീക്ക് പോയപ്പോൾ നമ്മൾ എപ്പോഴും ATM പൈസ വിഡ്രോ ചെയ്യാത്തവരാണ്. മിക്കപ്പോഴും ഗൂഗിൾ പേയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഹോട്ടൽസൊക്കെ പോകണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ചേട്ടന്മാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും വിഷമമാണ്. ഇപ്പോൾ പള്ളി വന്നപ്പോൾ there was this machine to donate, which is great. ഈ 2-3 ആഴ്ചയായിട്ട് we've been going to almost all the churches. We were feeling so devotional. ഒന്നും എനിക്ക് വേണ്ടെങ്കിൽ, but I am such a believer, you know. Guys, we are back home and I wanted to give the feedback. Guys, Bus and Bites എന്നാണ് നമ്മുടെ കടയുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും റോഹനും പേഴ്സണലി we had a very good experience. ഫുഡ് മാത്രമല്ല, ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. ഐ ഫെൽ സോ ഗുഡ്. നമ്മൾ അത്രയും കെയർ എടുത്താണ് അവർ നമ്മൾ സെർവ് ചെയ്തത്. എല്ലാത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഹീസ് ഓൾസോ സമ്മൺ ഹു ലവ്സ് ഫുഡ്. നമ്മളെ പോലെ ഫുഡിയാണ്, വിച്ച് വാസ് ഗ്രേറ്റ്. ഞാൻ പേര് പോലും ചോദിക്കാൻ വന്നത്. ഐ ആം റിയലി സോറി. പക്ഷെ പുള്ളി ആക്ച്വലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ. ഔട്ട് ഓഫ് പാഷൻ ഹി സ്റ്റാർട്ടഡ് ദിസ് ഷോപ്പ്. ആൻഡ് ഹിസ് മോം ആക്ച്വലി ഹോം ബേക്കർ ആണ്. ഷീസ് ബിൻ ബേക്കിംഗ് ഫോർ ഓൾമോസ്റ്റ് 9 years. ആൻഡ് ആന്റി നമുക്കൊരു കുക്കി തന്നായിരുന്നു, ഹോട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ സോഫ്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല. ബട്ട് ആർ ഫേവറേറ്റ് വാസ് ഡെഫിനറ്റ്ലി ദ പിസ്സ. ഇങ്ങനത്തെ ഒരു വെറൈറ്റി, ഒരു സ്ലാബ് കട്ട് ചെയ്ത പിസ്സ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആൻഡ് അതിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞു തന്നായിരുന്നു. ബിക്കോസ് എവറി ബൈറ്റിൽ നമുക്ക് ആ ടോപ്പിംഗ് കിട്ടണം എന്നുള്ളൊരു തോട്ടിലാണ് അത് ഉണ്ടാക്കിയത്. ഭയങ്കര നല്ലൊരു തോട്ടുമാണ്. ആൻഡ് യു എക്സിക്യൂട്ടഡ് ഇറ്റ് വെരി നൈസ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇനി എന്തായാലും പോകും. നിങ്ങൾക്കും നമ്മുടെ തോപ്പുംപടിയില് എക്സാക്ട്ലി പറയണമെങ്കിൽ എവിടെയാ, പരിപ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ബീച്ച് റോഡിലോട്ട് പോകുന്ന വഴിയിൽ തന്നെ ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. അതിന്റെ സൗദി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ പിസ്സയും പിന്നെ നമ്മുടെ സ്മോൾ ലോഡഡ് ഫ്രൈസ്, സ്മോൾ എന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ടായിരുന്നു ലോഡഡ് ഫ്രൈസ്. പിന്നെ അത് കൂടാതെ ആ ഒരു സോഫ്റ്റി, അത് ആ ഗ്ലാസ് ഫുൾ സോഫ്റ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 300 സംതിങ് ആണ് ആയത്. നിങ്ങൾക്ക് എന്താ അറിയാലോ, എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു ഷെയർ ദിസ് വിത്ത് യു. Welcome back to our YouTube channel. Guys, ഫോർട്ട് കൊച്ചിയിൽ ഒരു പുതിയ ഹോട്ട്സ്പോട്ട്, കടയുടെ പേര് ലിറ്ററലി ഹോട്ട്സ്പോട്ട് ആണ്, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഐ ഡിഡ്ന്റ് നോ. ഒരു മൾട്ടി ക്വിസീൻ റെസ്റ്റോറന്റ് ആണ്, വേറെ എവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം അതും വന്നിരിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ. ഓണസ്റ്റ്ലി ഫോർട്ട് കൊച്ചി ബീച്ചിൽ വേറെ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടില്ല. ചെറിയ ചെറിയ ഹോട്ടൽസ് പോലത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എന്നാലും പ്രോപ്പർ ഒരു മൾട്ടി ക്വിസീൻ റെസ്റ്റോറന്റ് ഒന്നും ഇല്ല. ആരൊക്കെ അവിടെ നോക്കുന്നുണ്ട്. കോമഡി. നമ്മൾ ആക്ച്വലി PWD റെസ്റ്റോറന്റിന്റെ ഉള്ളോടെ കയറാൻ പറ്റും. അതിന്റെ ബാക്ക് സൈഡിലേക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോവാം. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. പേരെന്താണ്?
പാ മാത്രം കണ്ടുള്ളൂ. പാലിനാണെന്ന് തോന്നുന്നു. PWD റെസ്റ്റ് ഹൗസ് ഇവിടെയല്ല, ഈ സൈഡിലുള്ള വഴി കൂടി നമ്മൾ കയറണം. ഇതിൽ നമുക്ക് നേരെ ബീച്ചിലോട്ടുള്ള എൻട്രി ഉണ്ട്. അതിന്റെ സൈഡിൽ തന്നെ ഗസ്റ്റ് ഹൗസിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ദ ഹോട്ട് സ്പോട്ട് റെസ്റ്റോറന്റ്. After a long time, right? അവിടെ സേഫാണ്. ഓ, മഴ കാറ്റ് എല്ലാം ഉണ്ട്. ബീച്ചിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട്. Are you hungry? I'm hungry. ബീച്ചിന്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റും മഴയും ഉണ്ട്. റെസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ആരും ഞങ്ങളെ പോലെ അബദ്ധം കാണിച്ച് ബാക്കിൽ കയറരുത്. ആക്ച്വലി പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥലമില്ല, സ്ഥലം കുറവാ. അവിടെ എന്തൊരു കാഫേ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇതാണ് ഹോട്ട്സ്പോട്ട് എന്ന്. യാ, നൈസ് ബിൽഡിംഗ്. ഹായ് ഗായ്സ്, നമ്മളിവിടെ കയറി, നമ്മൾ ഓർഡർ കൊടുത്തു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഗായ്സ്. ഞാൻ അവസാനം കൺഫ്യൂഷനായി. ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. റോഹൻ ഇവിടുത്തെ ഒരു വെറൈറ്റി മന്തി പറഞ്ഞു. ഐ എം നോട്ട് എ മന്തി പേഴ്സൺ, സോറി ടു എവരിവൺ, ബട്ട് ഐ ഹാവ് ടോൾഡ് ഹിം ലെറ്റ്സ് സീ. റോഹൻ ഇസ് സോ ഹാപ്പി ടു ഹാവ് ഹിസ് മന്തി. കൊള്ളാട്ടോ ഗൈസ്, ഇന്റീരിയർ ഒക്കെ കൊള്ളാം. ഞാൻ ആൾക്കാരെ മാക്സിമം എടുക്കാതെ ഹോപ്പ്ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇന്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ മൾട്ടി ക്വിസിൻ. കേരള നാടനുണ്ട്, പക്ഷേ ഇവരുടെ സ്പെഷ്യലിസ്റ്റ് ഡെഫിനറ്റ്ലി മന്തിയാണ്. പക്ഷേ സോറി ഗൈസ്, എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അൽഫാമെങ്കിലും അല്ലെങ്കിൽ ഒരു ഹണിയെങ്കിലും വേണം. ഇത് പക്ഷേ കുറച്ചും കൂടെ ഒരു എന്താ പ്രോപ്പർ അറബിക് ഒതൻറ്റിക് സ്റ്റൈലാണ്. പിന്നെ കുറേ തായ് ഡിഷസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നമ്മൾ തായ്ലാൻഡിൽ കഴിച്ച സംഭവം ഇവിടെ കിട്ടിയില്ല. പാഡ് തായ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റിർ ഫ്രൈഡ് റൈസ് ഉണ്ട്, അവരുടെ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് അതുണ്ടായിരുന്നെങ്കിൽ ഓക്കെ. അറ്റ് ഞാൻ നോക്കി അവസാനം ലോലിപോപ്പ് പറഞ്ഞു. എനിക്ക് ചിക്കൻ ലോലിപോപ്പ് ഇഷ്ടം. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനാണെങ്കിൽ എന്ത് മേടിക്കും. സോറി ഗൈസ്, ഇന്റീരിയർ കൊള്ളാമല്ലേ ഗൈസ്. ഇത് മാത്രമല്ല, അപ്പുറത്ത് വേറെ സ്പേസ് ഉണ്ട് ഗൈസ്. ഈ സ്പേസ് അല്ലാതെ അപ്പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട്. പിന്നെ പുറത്ത് ഇതൊരു കാഫേയും ഞാൻ കണ്ടു. ഞാനിവിടെ മെനു കാണിച്ചു തരാം. ലോലിപോപ്പ് ലുക്ക് സോ ഗുഡ്. ഞാൻ ആക്ച്വലി മെനുവിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്തത്. ഇതാകുമ്പോൾ കുറച്ച് ഗ്രേവിയും ഉണ്ട്. നൈസ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി പറയാം. മന്തിയും വന്നു കറക്റ്റ്. താങ്ക് യു. ഓ, വാട്ട് ഈസ് ദിസ് ഹണി? ഇത് ചിക്കൻ തന്നെയല്ലേ? ചിക്കനാണ് ഇത്. ഇറ്റ് ലുക്സ് ലൈക്ക് ബീഫ്. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ. എന്താ ഷാഹിദ് മന്തിയാണ്. ഷാഹിദ് മന്തി. Okay, my man's happy. Yes, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ബീഫാണോ? ഗ്രേവി കൂടെ വന്നിട്ടുണ്ട്. ഗ്രേവി ഒഴിച്ച് തിന്നാന്ന് പറഞ്ഞു. ഞാൻ ഈ അവസരത്തിൽ ചേട്ടനെയും മുക്താനഞ്ജിതിനെയും നമിക്കുന്നു. പ്ലീസ് ഫോർഗിവ് മൈ ആംഗിൾ. മൈ ഫുഡ് ഈസ് സെക്യൂർഡ്. ലുക്സ് വെരി നൈസ്. ഞാൻ പൊറോട്ടയാണ് മേടിച്ചത്. എനിക്ക് പൊറോട്ടയും മന്തിയൊക്കെ കഴിച്ച് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യും. പക്ഷെ നമുക്കിങ്ങനെ ഒരു ക്രേവിങ്സ് ഒന്നും അറിയില്ലേ. ഈ ഒരു കോമ്പിനേഷൻ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, ലോലിപോപ്പ് പൊറോട്ടയും. Guys, it looks so good. My taste. So good. Any extra guys? So good. Our actually gravy provided, which is like perfect. Oh, പൊറോട്ട അടിപൊളി പൊറോട്ട കേട്ടോ. ക്രിസ്പി പൊറോട്ട. ഇനി നമുക്ക് മന്തിയുടെ അഭിപ്രായം പറയാനുണ്ട്. ഹായ് ഗായ്സ്, റോഹൻ വിശപ്പിൽ വന്നപ്പോൾ തന്നെ ഫുഡ് തീർത്തു. ആൻഡ് ഐ ആം സ്റ്റക്ക് ഹിയർ. എനിക്ക് ദിസ് ആൻഡ് ദാറ്റ് പീസും കൂടെ ഉണ്ട്. ഐ ആം ആക്ച്വലി സൂപ്പർ ഫുൾ അല്ലേ. ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്കിതും ഭയങ്കര ഇഷ്ടമായി. മന്തി ഈസ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ്
അല്ലേ? നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നു, ഭയങ്കര വെറൈറ്റി. എന്നിട്ട് ഇതെങ്ങനെയെങ്കിലും ഞാൻ തീർക്കണം. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാരമൽ പെട്ടി പറയും. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. Guest house looks so pretty, like it's so good looking. പിന്നെ ദേ പുറത്ത് ഇവരുടെ കാഫേയും ഉണ്ട്. ഇതാണ് ഇവരുടെ കാഫേ. എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് ചായ കാര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലായിടത്തും. പിന്നെ ബീച്ചിൻ്റെ സൈഡിലായതാണ് സോ നൈസ്. സോ ലെറ്റ്സ് ഗോ. ബ്ലറാണോ? ഓ ഇവിടെ ഈ റെയിൻബോ കളർ സാധനം കൊള്ളാല. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു അല്ലേ? നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഒരു പൊറോട്ട പറഞ്ഞോളൂ, എനിക്ക് പക്ഷെ വയറൊക്കെ ഫുൾ. റോഹിന്റെ വയറൊക്കെ ദേ രണ്ടുപേർക്കും കൊടവയറായി. ഇതാണ് അവരുടെ കാഫേ. ആൻഡ് ദെൻ ദർ ഇസ് ആ ബീച്ച്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഹോട്ട്സ്പോട്ട്. ഇത് ആക്ച്വലി നമ്മുടെ PWDയുടെ റെസ്റ്റ് ഹൗസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ റെസ്റ്റ് ഹൗസ് ഇപ്പോഴും ഉണ്ട്. ഫ്രണ്ട് സൈഡിൽ, അതായത് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടെ ഹോട്ട്സ്പോട്ട് വന്നിരിക്കുന്നത്. കൊള്ളാം. ഇവിടെ ഫൗണ്ടൈൻ വെച്ചിരിക്കുന്നത് നല്ല രസമില്ലേ? ലുക്ക്, ബീച്ചിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ്. ഇവിടെ ആക്ച്വലി ഇത്രയും വലിയ ഒരു മൾട്ടി ക്വിസീൻ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. ഇവിടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഷാഹിദം. ഞാൻ ഷാഹിദ് എന്നാണ് പറഞ്ഞത്, ഷാഹിദല്ല, ഷാഹിദം. പിന്നെ ഹനീദ്, അങ്ങനത്തെ മന്തീസൊക്കെയാണുള്ളത്. കൊള്ളാം. വേറെ ഏതോ നമ്മുടെ ഇവിടുത്തെ റീജിയൻ്റെ അല്ല, എന്തായാലും ഡെഫിനറ്റ്ലി വേറെ ഏതോ സ്ഥലത്തെ സ്പെഷ്യലൈസേഷൻ ആണ്. ആഫ്റ്റർ സോ ലോങ് അല്ലേ ബീച്ചിൽ വർഷങ്ങൾ. ഗൈസ് രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല, പ്ലീസ് ഡോണ്ട് മൈൻഡ്. മഴയുണ്ട്, ബീച്ചിൽ കാറ്റായിരുന്നു. വി നെവർ കം. ഐ തിങ്ക് ഫോട്ടോസിൽ താമസിക്കുന്ന ആരും ബീച്ചിൽ അങ്ങനെ, എല്ലാവരും അല്ല, ബട്ട് മെജോറിറ്റി ആൾക്കാരും ബീച്ചിൽ വരാറുണ്ടാവില്ല. ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ബട്ട് ടുഡേ അല്ല, ഇന്ന് എന്തോ ഭാഗ്യത്തിന് തിരക്കില്ല കേട്ടോ. സൺഡേ മഴയും കൂടി ആയതുകൊണ്ടാണ്. ബട്ട് ഇറ്റ് ഫെൽറ്റ് സോ നൈസ് അല്ലേ? ഈ കടയുടെ പാൽ കൊഞ്ചുന്നാട്ടാ. നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. നല്ല ഒന്നാന്തരം മഴയാണ്. ഐ വാണ്ടഡ് ടു ഗിവ് ദ ഫീഡ്ബാക്ക്. ആക്ച്വലി അവിടുത്തെ മന്തിയാണ് ഏറ്റവും ഫേമസ്. ഇത് കോഴിക്കോടോ അങ്ങനത്തെ അവിടുത്തെ എവിടെ എത്തിയോ എന്ന് തോന്നുന്നു ഗൈസ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒട്ടും ഒരു ഐഡിയ. പക്ഷേ നമ്മള് യൂഷ്വലി കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. എസ്പെഷ്യലി റോഹൻ ആണെങ്കിലും പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഡിഫറെന്റ് ഫ്ലേവേഴ്സ് അല്ലേ, കുറച്ച് ഡിഫറെന്റ് ഫ്ലേവേഴ്സ്. പിന്നെ അവർ അതിന്റെ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനം തരും. അതൊരു ഇച്ചിരി വാട്ടർ ഡൗൺ പോലത്തെ ഒരു സൂപ്പൊക്കെ പോലെ. അത് നമുക്ക് അതിന്റെ മേളില് സാധാരണ മന്തിയുടെ ടേസ്റ്റേ അല്ല. റൈസും ഒരു ഇച്ചിരി യെല്ലോയിഷ് ആയിരുന്നു. ഫുൾ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാനിപ്പോഴേ പറയുന്നത് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ ആയിട്ട് തോന്നിയില്ല. ഈവൻ റോഹൻ ആണെങ്കിലും ഹി ഓൾസോ പ്രിഫേഴ്സ് ദ നോർമൽ മന്തി അല്ലേ? എന്റെ ഫുഡ് നല്ലതായിരുന്നു. എന്റെ ചിക്കൻ ലോലിപോപ്പ് ആൻഡ് പൊറോട്ട അടിപൊളിയായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. പക്ഷെ മന്തിയാണ് അവിടുത്തെ സ്പെഷ്യൽ എന്നുണ്ടെങ്കിലും ഹൈപ്പ് വർത്തി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഇനിയിപ്പോ പലർക്കും പല അഭിപ്രായം. ഗൈസ്, ഇതിന്റെ പ്രൈസസ് വരുന്നത് മട്ടൻ മന്തിക്ക് 750 ആ റേഞ്ച് ആണ്. ഞാൻ എല്ലാത്തിനും വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ലോലിപോപ്പിനൊക്കെ ഒരു 200 സംതിങ് ഫോർ 4 പീസ്. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വയറില്ല, എന്റെ വയറ് ഭയങ്കരമായിട്ട് അറിഞ്ഞു. എനിക്ക് ഒന്ന് പൊറോട്ടയും കൂടി കഴിച്ചുകൊണ്ടാണ്. ഞാൻ ആകെ ഒരു പൊറോട്ടയാണ് കഴിച്ചത്. പൊറോട്ട 20 രൂപ. റേറ്റ് കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ? റേറ്റ് വാസ് ഓക്കെ. ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മള് 2 പുതിയ സ്പോർട്സ് ആണ് ഡിസ്കവർ ചെയ്തത് നമ്മളല്ല, ബട്ട് നമ്മള് ഷൂട്ട് ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനിയും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ കുറച്ചുകൂടിയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ മഴയായത് കാരണം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതായിരുന്നു. ബട്ട് ഐ എം സോ സോറി ഗൈസ്. എന്റെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് കുറച്ച് നല്ല കമന്റ് കിട്ടി, വിച്ച് മേക്ക് മീ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. നിങ്ങളാണ് എനിക്ക് ലിറ്ററലി സ്ട്രെങ്ത് തരുന്നത് ഇങ്ങനെ വീഡിയോസ് ഇടാൻ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് എഡിറ്റൊക്കെ ചെയ്ത്
വീഡിയോ ഷൂട്ട് വീക്കെൻഡ്സ് ആണ് ആകെ കിട്ടുന്നത്. അപ്പൊ പോയി വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ടാസ്ക് ബട്ട് ഐ ലവ് ഡൂയിങ് ഇറ്റ് ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഇസ് എവറിതിങ് ഫോർ മീ. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും കണ്ടന്റ് എടുക്കാനൊരു പ്രചോദനം എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡിഡ് പ്ലീസ് മേക്ക് ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. നമ്മൾക്ക് നമ്മുടെ ഭർത്താവ് മിസ്റ്റർ റോഹന്റെ, ഹീസ് ദ മന്തി ഫാൻ, ദ മന്തി ക്രിട്ടിക്. സോ പ്ലീസ് സേ. കുഴപ്പമില്ലായിരുന്നു, വലിയ മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അങ്ങനത്തെ ഒരു മന്തിയായിരുന്നു. ഓക്കെ, സ്പൈസസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു മന്തി. എനിക്ക് സാധാരണ മന്തിയാ ഇഷ്ടം ഗൈസ്. റോഹൻ പ്രിഫർ സാധാരണ. എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എനിക്കറിയില്ല, ഞാനും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും നമ്മളിവിടെ കഴിക്കുന്ന മന്തിനേക്കാളും ഭയങ്കര ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു ഒരു ഒത്തന്റിക് അറബിക് സ്റ്റൈലായിരിക്കും തോന്നുന്നു. അറബിക് സ്റ്റൈലാണ്. അവരെന്തോ ഗ്രേവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് തിക്കായിട്ടുള്ള എന്തോ ഗ്രേവിയാണ് ചിക്കൻ കറി ഉള്ള പോലത്തെ വിചാരിച്ച അല്ലേ. ഗ്രേവി എന്ന് പറഞ്ഞോണ്ട് ഒരു സൂപ്പായിരുന്നു ഗൈസ്. കാരണം റോഹന് മന്തി ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മമ്മിക്കൊക്കെ ആക്ച്വലി മന്തി വിശന്നുകൊണ്ട് 10 മിനിറ്റിലാ തിന്നു വയറ്. പക്ഷെ ഇത് തിന്നു കഴിഞ്ഞപ്പോ ഓവറായിപ്പോയെന്ന് വെച്ചാൽ എനിക്കും വയറ് വന്നായിരുന്നു. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലൊക്കെ നല്ലതായിരുന്നു. പക്ഷെ